2026 മെയ് 24 മുതൽ 30 വരെ വീക്ക്ലി അപ്ഡേറ്റ്സ്. നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം. ഈ വാരം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. വാത, പിത്ത, കഫ രോഗങ്ങളുള്ളവർ വളരെയധികം സൂക്ഷിക്കേണ്ടുന്ന സമയം കൂടെയാണ്. ആരോഗ്യക്കുറവ് അനുഭവപ്പെടാനും ശരീര ശോഷണം ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഭക്ഷണകാര്യങ്ങളിൽ ജാഗ്രത പാലിച്ചില്ല എങ്കിൽ ശാരീരിക അസ്വസ്ഥതകൾ വർദ്ധിച്ചേക്കാം. മാതൃസ്ഥാനത്തുള്ള വർക്ക് രോഗമോ അരിഷ്ടതയോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ വാരാമധ്യത്തോടുകൂടി അവസ്ഥകൾക്ക് മാറ്റം വന്നേക്കും. തൊഴിൽ വിജയം, ശത്രുജയം, ദാമ്പത്യ ഐക്യം, വരുമാന വർധനവ് എന്നിവ ഈ സമയത്ത് അനുഭവത്തിൽ വരും. ഇടവം രാശി. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. വാരത്തിന്റെ തുടക്കത്തിൽ മാനസികമായി ചില അസ്വസ്ഥതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുടുംബം വിട്ടു മാറി നിൽക്കേണ്ടുന്ന അവസ്ഥ സംജാതമായേക്കാം. വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ജാഗ്രത പാലിക്കുക. വാരമധ്യത്തോടുകൂടി ശത്രുനാശം, തൊഴിൽ വിജയം, കീർത്തി, ഭക്ഷണസുഖം, വാഹന ഭാഗ്യം എന്നിവ ലഭിക്കും. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാത്ത വിധം ജോലിയിൽ സ്ഥാനമുണ്ടാകാൻ ഇടയുണ്ട്. പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്താൻ ഈ സമയം അനുകൂലമാണ്. മിഥുനം രാശി. മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര, പുണർതം ആദ്യ മുക്കാൽ ഭാഗം. ഈ വാരം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. വാരത്തിന്റെ തുടക്കത്തിൽ ഏതു കാര്യങ്ങളിലും ധൈര്യത്തോടുകൂടി ഇറങ്ങി പുറപ്പെടാനും അതിൽ വിജയം കൈവരിക്കാനും സാധിക്കും. അസാമാന്യമായ ചിന്താശേഷി പ്രകടിപ്പിക്കുന്നത് പലരുടെയും ആദരവ് പിടിച്ചുപറ്റാൻ സഹായിക്കും. കലാരംഗത്ത് ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വലിയ ഉന്നതി ലഭിക്കുന്ന സമയമാണിത്. എന്നാൽ വാരമധ്യത്തോടുകൂടി മാനസികമായി കുടുംബപരമായിട്ട് ചില വെല്ലുവിളികൾ നേരിടേണ്ടി വരും. വാരം അവസാനത്തോടെ മനഃശാന്തിയും ആരോഗ്യവും വീണ്ടെടുക്കാനും സാധിച്ചേക്കും. കർക്കിടകം രാശി. പുണർദം അവസാന കാൽഭാഗം, പൂയമായില്യം. തൊഴിൽപരമായും കുടുംബപരമായും ചില അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇടയുള്ള വാരമാണിത്. ദമ്പതികൾ തമ്മിൽ പരസ്പര കലഹങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. നേത്ര സംബന്ധമായോ മറ്റു ശാരീരിക രോഗങ്ങളുമായോ ഉള്ള ആളുകൾ പ്രത്യേകമായിട്ട് ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ വൈദ്യസഹായം തേടുന്നത് രോഗത്തിന്റെ കാഠിന്യം കുറയ്ക്കാൻ സഹായിച്ചേക്കും. സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹവും ഐക്യവും കൂടുകയും പരസ്പരം സഹായ സഹകരണങ്ങൾ ആശ്വാസം നൽകുകയും ചെയ്തേക്കും. എങ്കിലും വാരം അവസാനത്തോടെ ഏറ്റവും വേണ്ടപ്പെട്ടവർക്ക് ആരോഗ്യപരമായി കഠിനമായ ദുരിതങ്ങളോ മരണസമാനമായ അവസ്ഥകളോ നേരിടേണ്ടി വന്നേക്കാം. ചിങ്ങം രാശി. മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം. വളരെ നാളായി അസുഖങ്ങൾക്ക് ചികിത്സയിലായിരുന്നവർക്ക് രോഗമുക്തി ലഭിക്കുകയും ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കുകയും ചെയ്തേക്കും. വിലപ്പെട്ട സമ്മാനങ്ങളോ ആഭരണങ്ങളോ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. തൊഴിൽ ക്ലേശം വർദ്ധിക്കുന്നുവെങ്കിലും മേലാധികാരികളുടെ പ്രശംസ പിടിച്ചുപറ്റുന്ന രീതിയിൽ മികച്ച സേവനം കാഴ്ചവെക്കാൻ സാധിക്കും. വളരെ നാളായി കാണാതിരുന്ന സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനും അവരോടൊപ്പം ഇഷ്ടഭക്ഷണം കഴിക്കാനുമുള്ള അവസരം ലഭിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന അസന്തുലിതാവസ്ഥ മാറുന്ന രീതി ജീവിതത്തിൽ പുതിയ ചില വഴിത്തിരിവുകൾ ഉണ്ടാക്കിയേക്കും. എന്നാൽ വാരം അവസാനിക്കുമ്പോൾ കുടുംബപരമായ ചില പ്രശ്നങ്ങൾ ഉടലെടുത്തേക്കാം. ഇനി കന്നി രാശി. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി ഭാഗം. വാരത്തിന്റെ തുടക്കത്തിൽ അന്യർ മൂലം മഹാമാനിയോ അപവാദങ്ങളോ കേൾക്കുന്ന സാഹചര്യം ഉണ്ടായേക്കാം. അനാവശ്യമായ കൂട്ടുകെട്ടുകൾ കൂടാനും ദുർപ്രവൃത്തികളിൽ ഏർപ്പെടാനുമുള്ള സാധ്യതയുള്ളതിനാൽ ജാഗ്രത ആവശ്യമാണ്. അമിതമായ ആഡംബരപ്രിയ വരവിനേക്കാൾ ചെലവുണ്ടാക്കുകയും ധനക്ലേശത്തിന് കാരണമാകുകയും ചെയ്യും. കുടുംബാംഗങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും കലഹങ്ങൾക്കും ഇടയുണ്ട്. മധ്യത്തോടു കൂടി അസുഖങ്ങൾ കുറയുകയും ശരീര ചൈതന്യം വർദ്ധിക്കുകയും ചെയ്യും. പുതിയ വരുമാന മാർഗമോ തൊഴിലോ ലഭിക്കാൻ സാധ്യതയുണ്ട്. വിശേഷപ്പെട്ട പുണ്യസ്ഥലങ്ങൾ സുഹൃത്തുക്കളോടൊപ്പം സന്ദർശിക്കാൻ സാധിക്കും. തുലാം രാശി. ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. ദാമ്പത്യ ഐക്യം, തൊഴിൽ വിജയം, സാമ്പത്തിക ലാഭം, സുഹൃത്തുക്കളെ ലഭിക്കുക എന്നിവ ഈ വാരത്തിൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. വളരെ നാളായി കാണാതിരുന്ന ബന്ധുക്കളെ കണ്ടുമുട്ടാനും അവരോടൊപ്പം പ്രധാനപ്പെട്ട മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനും സാധിക്കും. എന്നാൽ വാരമധ്യത്തിൽ അന്യരുമായി ഇടപഴകുന്നത് വഴി മാനസികമായി സമ്മർദ്ദങ്ങളും
പ്രശ്നങ്ങളും ഉടലെടുക്കാനും സാധ്യതയുണ്ട്. ഏറ്റവും വേണ്ടപ്പെട്ടവരുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനും ഇട കാണുന്നു. വാരം അവസാനത്തോടുകൂടി ധനപരമായും കുടുംബപരമായിട്ടുള്ള സമാധാന അന്തരീക്ഷം കൈവന്നേക്കും. ലോട്ടറി, നറുക്കെടുപ്പ് തുടങ്ങിയവയിൽ ഭാഗ്യം തുടയ്ക്കാൻ സാധ്യതയുള്ള ദിവസം കൂടെയാണ്. ഇനി വൃശ്ചികം രാശി, വിശാഖം അവസാന കാൽഭാഗം, അനിയം, തൃക്കേട്ട. വളരെ വേണ്ടപ്പെട്ട ആളുകളെ കണ്ടുമുട്ടാനും അവരോടൊപ്പം ആഘോഷങ്ങളിൽ നിറസാന്നിധ്യമാകാനും അവസരമുണ്ടായേക്കും. കുടുംബത്തിൽ അഭിവൃദ്ധി, ദാമ്പത്യ ഐക്യം, ബന്ധുജന സമാഗമം എന്നിവ പ്രതീക്ഷിച്ചേക്കാം. പുതിയ സുഹൃത്തുക്കളെ ലഭിക്കാനുള്ള ഭാഗ്യമുണ്ടായെങ്കിലും പുതിയ സൗഹൃദങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ടുന്ന സമയമാണ്. ചതി, വഞ്ചന എന്നിവ ഉണ്ടാകാനും അപവാദങ്ങൾ കേൾക്കാനും പണം നഷ്ടം വരാനും സാധ്യത കാണുന്നു. എന്നാൽ വാര്യമധ്യത്തോടുകൂടി തൊഴിലിടങ്ങളിൽ ഉയർച്ചയും പ്രശസ്തിയും ലഭിക്കും. സ്വന്തമായ പദ്ധതികൾ വിജയത്തിലെത്തിക്കാൻ സാധിക്കും. ലോണിനായി അപേക്ഷിച്ചവർക്ക് അതിനുള്ള അനുമതി ലഭിക്കും. ബന്ധുജന സമാഗമം, ഭക്ഷണസുഖം, ദാമ്പത്യ ഐക്യം എന്നിവ പ്രതീക്ഷിച്ചേക്കാം. മകരം രാശി, ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. ഈ വാരം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. വാരത്തിൻ്റെ തുടക്കത്തിൽ സുഹൃത്തിൻ്റെ സമയോചിതമായിട്ടുള്ള ഇടപെടലുകളാൽ വലിയൊരു അപകീർത്തി ഒഴിവാകും. മാനസികമായ വിഷമങ്ങൾക്ക് അടിയന്തരമായി കൃത്യമായ ശ്രദ്ധ നൽകേണ്ടി വരും. ഉപകാരം ചെയ്തു കൊടുത്ത ബന്ധുക്കൾ വിരോധികളായി മാറാൻ സാധ്യതയുണ്ട്. മാതാവിന് അസുഖം വർദ്ധിക്കാൻ ഇടയുള്ളതിനാൽ ആരോഗ്യകാര്യത്തിൽ അതീവ സൂക്ഷ്മത പുലർത്തേണ്ടതുണ്ട്. വാരമധ്യത്തോടെ ശത്രുനാശം, ധനലാഭം, ദാമ്പത്യ ഐക്യം, ഭക്ഷണസുഖം, വാഹനഭാഗ്യം എന്നിവ ഉണ്ടായേക്കും. ആഗ്രഹിച്ചതുപോലെ ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം ഉദ്യോഗത്തിൽ മാറ്റങ്ങൾ വന്നേക്കാം. വാരാന്ത്യത്തിൽ ബിസിനസ് പുരോഗതി, പ്രമോഷൻ, വിവാഹയോഗം എന്നിവ ജീവിതത്തിൽ സംഭവിക്കും. കുംഭം രാശി, അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. എല്ലാ കാര്യങ്ങളിലും വളരെ സൂക്ഷിക്കേണ്ടുന്ന കാലഘട്ടമാണിത്. കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ രൂപപ്പെടാൻ സാധ്യതയുണ്ട്. മാതാപിതാക്കൾക്കോ ബന്ധുക്കൾക്കോ രോഗദുരിതങ്ങൾ വന്നേക്കാം. യാത്രാക്ലേശം വർദ്ധിക്കുന്ന തരത്തിൽ അപ്രതീക്ഷിത സ്ഥാനമാറ്റങ്ങൾ ഉണ്ടായേക്കാം. ജീവിതത്തിൽ വലിയ തിരിച്ചറിവുകൾ വരുന്ന കാലമാണിത്. വൈകാരികമായിട്ടുള്ള നിരവധി സന്ദർഭങ്ങൾ ജീവിതത്തിലേക്ക് ഉണ്ടായേക്കാം. കുടുംബപരമായി നിർണായകമായ തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ നിർബന്ധിതനാകും. ദമ്പതികൾ തമ്മിൽ പരസ്പര ധാരണയോടുകൂടി പിരിയാൻ തീരുമാനിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായേക്കാനുള്ള സാധ്യതയുണ്ട്. മേലാധികാരികളുടെ അപ്രീതി ഉണ്ടാകുന്ന തരത്തിൽ തൊഴിലിടങ്ങളിൽ വിവാദങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. എങ്കിലും വാരം അവസാനത്തോടെ ശത്രുഹാനി, രോഗശാന്തി, ഭക്ഷണസുഖം, കീർത്തി, ധനലാഭം എന്നിവയുണ്ടാകും. മീനം രാശി, പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി. വാരത്തിന്റെ തുടക്കത്തിൽ ബന്ധുജന സമാഗമം, സുഹൃത്തുക്കളെ കണ്ടുമുട്ടൽ എന്നിവയ്ക്ക് അവസരം ലഭിക്കും. ഭക്ഷണസുഖം, തൊഴിൽ വിജയം, യാത്രാസുഖം, ബന്ധുജനങ്ങളിൽ നിന്നുള്ള ഗുണാനുഭവങ്ങൾ എന്നിവ ഈ വാരത്തിന്റെ പ്രത്യേകതയാണ്. മനസന്തോഷം, സാമ്പത്തിക പുരോഗതി, ആഭരണ അലങ്കാര വസ്തുക്കളുടെ വർധനവ്, കീർത്തി, ദാമ്പത്യ സുഖം എന്നിവയ്ക്കും സാഹചര്യമുണ്ട്. സർക്കാർ ജോലിയുള്ളവർക്ക് അപ്രതീക്ഷിതമായി സ്ഥാനക്കയറ്റത്തോടുകൂടി സ്ഥലമാറ്റം ലഭിക്കാൻ യോഗം. എന്നാൽ വാരം അവസാനിക്കുമ്പോൾ ദ്രവ്യ നഷ്ട വരാതെ സാമ്പത്തിക കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. ജ്യോതിഷ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾക്ക് പരിഹാരങ്ങൾക്ക് വിളിക്കാം. ജയറാണി EV 97 46 81 22 12.